അടിസ്ഥാനത്തിൽ വകുപ്പ് തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കും. ഹർഷീനയ്ക്ക് നിയമ നടപടികളിലൂടെ നീതി ഉറപ്പാക്കുകയും ചെയ്യും. ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പം നമ്മൾ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്. അപ്പം അവരൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഹർഷിനെ പറയുന്ന ന്യായമാണ്, ഹർഷിനക്ക് ഇതിനൊരു പരിഹാരം വേണം, ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പോയിട്ട് 1.5 വർഷം കഴിഞ്ഞ് 2 വർഷത്തിലേക്ക് പോകുന്നു. യാതൊരു വിധത്തിലുള്ള പരിഹാരം കിട്ടിയിട്ടില്ല. എന്നപ്പോൾ എന്തിനാണ് ഈ ഗവൺമെൻറ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനൊരു ഗവൺമെൻറ്? വയറ്റിൽ കുടുങ്ങിയ കത്രിക നീക്കം ചെയ്തിട്ടും ഹർഷിനയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണ്. അപ്പോഴും നീതി ലഭിക്കാതെ വർഷം 6 കഴിയുന്നു എന്നോർക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതി ചേർത്ത് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നീതി ഉറപ്പാവാത്തതിന് തടസ്സം എന്താണ്? ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു ദുരിതത്തിനൊരു പരിഹാരം കാണാന്നുള്ളതാണ്. അതിന് പകരം അവരെ ശത്രുക്കളാക്കിയിട്ട് നമ്മൾ ഈ ഒരു വേദനയും ഒരു കത്രിക എൻ്റെ വയറ്റിലുണ്ടായിരുന്നു, ഇത് മെഡിക്കൽ കോളേജിലാണ് സംഭവിച്ചതെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് 110 ദിവസത്തോളം ഞാൻ തെരുവിൽ സമരമായിട്ട് ഈ വേദനയും സഹിച്ചിട്ടിരുന്നത്. 2017 നവംബർ 30-നാണ് 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയ നടക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദനയും രക്തസ്രാവവും ഉണ്ടായിരുന്നതായി ഹർഷിന പറയുന്നു. പിന്നീട് ഇതേ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ CT സ്കാൻ പരിശോധനയിലാണ് ഗർഭപാത്രത്തിന് പുറത്ത് വയറിൽ വലതുഭാഗത്ത് മെറ്റൽ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ ആർട്ടറി ഫോർസെപ്സ് വയറ്റിൽ നിന്നും പുറത്തെടുത്തു. വയറ്റിൽ കുടുങ്ങിയ ഈ കത്രികയുമായി 5 വർഷമാണ് ഹർഷിന കഴിഞ്ഞത്. സർക്കാരും ആരോഗ്യമന്ത്രിയും കൂടെയുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷിനയുടെ ഇപ്പോഴുള്ള ആവശ്യം. 6 വർഷത്തോളം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം തളർന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടേണ്ടതില്ലേ? അവർക്ക് ഈ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നുള്ളതാണ്. 15 ദിവസത്തിനകം പരിഹാരം. ഹർഷിനയ്ക്കൊപ്പം. ഈ വാക്കുകൾ നമുക്കെല്ലാം പരിചിതമാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വാക്കുകളായിരുന്നു. ആരോഗ്യ മേഖലയുടെ അശ്രദ്ധ കാരണം നിത്യദുരിതം പേറുകയാണ് ഹർഷിനയും കുടുംബവും. ഇവർക്ക് നീതി ഉറപ്പാക്കേണ്ടത് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയേ മതിയാവൂ. മനോജ് പയ്യന്നൂരിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.